പുരുഷ കേന്ദ്രീകൃതമായ അധികാരമായിരുന്നു തലാക്ക്. വിവാഹമായെന്ന് പറയുന്നത് ആണ് കൊടുത്താലേ കിട്ടൂ എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് പൂർണ്ണമായും തകിടം മറിക്കുന്ന അല്ലെങ്കിൽ അപ്സൈഡ് ഡൗൺ ആക്കുന്ന കീഴ്മേൽ മറിക്കുന്ന വിധിന്യായാണ് എക്സ് വേഴ്സസ് വൈ കേസിൽ ബഹുമാനപ്പെട്ട മുസ്താഖ് സാറ് പുറപ്പെടുവിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുസ്ലിം പേഴ്സണൽ ലോനെ ഇത്ര പോസിറ്റീവായി ഒരു സ്ത്രീപക്ഷമായി വ്യാഖ്യാനിച്ച ഒരു ജുഡീഷ്യൽ ഓഫീസറും ഇന്ത്യയിലില്ലെന്നാണ് വിചാരിക്കുന്നത്. ലോകത്തിനുണ്ടാകാൻ സാധ്യതയില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് മുസ്ലിം പേഴ്സണൽ ലോ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്, അത് ആധുനിക കാഴ്ചപ്പാടിൽ അത് എങ്ങനെ വായിക്കണം, അതിൽ എങ്ങനെ വ്യാഖ്യാനിക്കണം, ആ വ്യാഖ്യാനം കൊണ്ട് മുസ്ലിം സ്ത്രീക്ക് എന്ത് ഗുണം കിട്ടണം അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടാണ് മുസ്താഖ് സാറ് ആ വിധിന്യായം എഴുതി. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് കണ്ണൂർക്കാരനാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ SLP സ്പെഷ്യലി പെറ്റീഷൻ ഫയൽ ചെയ്ത് കേരളത്തിലെ മുസ്ലിം സംഘടനകളാണ്, പുരുഷ സംഘടനകളാണ്. ഈ മുസ്ലിം സ്ത്രീക്ക് കിട്ടിയ ഒരു അവകാശം റദ്ദാക്കണമെന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം സംഘടനകളാണ്. അതായത് മുസ്ലിം സ്ത്രീക്ക് ഒരു അവകാശം വേണ്ട എന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോഴും, മുസ്ലിം പുരുഷന്മാരിൽ ഒരു വിഭാഗം ഇപ്പോഴും ചിന്തിക്കുക. അതുകൊണ്ടാണല്ലോ മുസ്താഖ് സാർ നൽകിയ ഒരു വിധിന്യായത്തിനെതിരെ സുപ്രീം കോടതിയിൽ അവരെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാനുള്ള കാരണം.